വെൽക്കം ടു കോക്കോ ബോക്സ്. അപ്പം നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ഞാനാണെങ്കിൽ ഇപ്പം ഈ ഹൾക്കൈമായി കാണോ, ഹൾക്കാണോ ബൾക്കാണോ എനിക്കറിയില്ല. സോ ഇവനാണെങ്കിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവൻക്ക് മറ്റേ ഹൾക്കിൻ്റെ പവർ കിട്ടിയോണ്ടാണ് കേട്ടോ. മഞ്ഞ് നിർത്ത്. സോ നമുക്ക് ഈ പവേഴ്സ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലേടാ. ഹൾക്കേ അല്ല, ഹൾക്കല്ല ബൾക്കാണ്. സോറി ടു ബ്രോ. സോ നമുക്കാണെങ്കിൽ ഒന്ന് പവേഴ്സൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ. നമുക്കാണെങ്കിൽ ഇത് ഉയർത്തി ചാടാൻ പറ്റുമല്ലോ. ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാണ്ട് വല്ലയിടത്തും പോടാ. പിന്നെ എന്താ എന്നെ പ്രാന്തെന്ന് വിളിക്കല്ല. സോറി ബ്രോ. നമുക്ക് ഈ മച്ചാനൊന്ന് ഇടിച്ചാലോ. ഓക്കെ. ഓയ്യോ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലമുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്യട്ടെ. അയ്യോ, പോലീസുകാരനെ ഇടിക്കാം. ഇയാളെന്താണ് ഒരു അനക്കല്ലാണ്ട് നിൽക്കണേ. ഈ പോലീസുകാരെ ഒട്ടും ഇഷ്ടമല്ല. സോ നമ്മളാണെങ്കിൽ ഇങ്ങനെ ചാടി ചാടി പോന്നു. ഓക്കെ, ഞാനാണെങ്കിൽ ഇതിപ്പോൾ എങ്ങോട്ടോടി പോകാനാണോ ഇനി. ഗൈസ്, നമുക്കാണെങ്കിൽ എങ്ങനെയാണ് ഈ പവർ കിട്ടിയതെന്ന് ചെക്ക് ചെയ്യണം. ഇനി നമ്മൾ ഉറങ്ങുമ്പം ആരെങ്കിലും വന്ന് കുത്തി വെച്ചേക്കുന്നതായിരിക്കും. അത് നമുക്കൊന്ന് നോക്കണം കേട്ടോ ഗൈസ്. ചിക് ബും ബും ചിക് ബും. നമ്മളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചാടി വന്നിരിക്കും. ാണ് ചിൻ്റെ പൊന്നും മാങ്ങ പൊട്ട. സോറി കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അറിയാണ്ട് ഞാൻ പറഞ്ഞു. ഈ പൊട്ട അനുസരിക്കണ്ടേ. എന്നെ പൊട്ടൊന്ന് വലിച്ചാൽ ഞാൻ ദേഷ്യപ്പെടും. പിന്നെ നീ ദേഷ്യപ്പെടും പോലും. എനിക്ക് അങ്ങനെ അറ്റത്തേക്കാണ് ദേഷ്യം. പോടാ. ഈശ്വരയും പറഞ്ഞ് കറക്റ്റാണോ? സോറി കേട്ടോ ബ്രോ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് CCTV ഒന്ന് നോക്കാം. കമ്പ്യൂട്ടറിൽ നോക്കാം. ഓക്കെ, ആളെ പിടിയിട്ട് നമ്മളാണെങ്കിൽ ഇപ്പം നമുക്ക് വേഗം കാണാനൊക്കെ ഒരു ശക്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ അടുത്ത സിറ്റിയിൽ മിലിറ്ററി ബേസ് ഉണ്ട്, അടുത്ത സിറ്റിയിൽ. അപ്പോൾ അങ്ങോട്ട് വേണമെങ്കിൽ ഇത്തിരി ലോങ് ഡ്രൈവോ ഇതിൻ്റെ ബൈക്കൊക്കെ അടിച്ചോണ്ട് പോകണം. എനിക്ക് കാറായാലും മതി തോീസ്. ആ ഒരു കാർ എടുക്കാം. ഡിഫറൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ചെറിയ ഡൗട്ടുണ്ട്. ഈ കാർ എടുക്കാം. മാറടാ. അല്ല പിന്നെ അയ്യോ, ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കുക നിങ്ങൾ. സോ അടുത്ത സിറ്റി എന്ന് വെച്ചാൽ ഫ്രാങ്ക്ലിൻ രമേശിൻ്റെ നാടാണ്. മീൻസ് എൻ്റെ നാട്ടിൽ തന്നെയാട്ടോ ഞാൻ പോണേ. മീൻസ് എൻ്റെ കസിൻ്റെ പേര് പറഞ്ഞു. ഒരു ഗ്രീൻ കോട്ടൊക്കെ ഇട്ടിട്ട് ഒരുത്തനെ കാണുന്നില്ലേ നിങ്ങൾ വീഡിയോസിൽ? അവനാണ് എൻ്റെ ഒരു കസിന് നിങ്ങൾ പറഞ്ഞോ. എനിക്ക് വഴിയും മറന്നു. അത് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ പോവാം. ഇങ്ങോട്ട് പോവാം. ഇങ്ങനെ പോയി ഇങ്ങനെ പോയാൽ ചിലപ്പോൾ നമുക്ക് വഴി കിട്ടും.
സോ അവിടെ ഏതെങ്കിലും ഒരു മിലിറ്ററിക്കാരനായിരിക്കും നമ്മൾ ഈ ഒരു ലുക്കിൽ എത്തിപ്പിച്ചിട്ടുണ്ടാവുക. എടാ ഇങ്ങനെ ഒരു വഴി ഉണ്ടെങ്കിൽ ആ വഴി കൂടെ വരില്ലായിരുന്നു. ഇതാണ് അടുത്ത സിറ്റി, മീൻസ് നമ്മളുടെ സിറ്റി, പണി തീരാത്ത ചെറിയൊരു സിറ്റി. ഇതിനകത്ത് കുറേ ബിൽഡിങ്ങൊക്കെ പണി തീർന്നതാണ്. 2-3 ബിൽഡിങ്ങിന് പണി തീരാനുണ്ട്. ഇതിനകത്ത് മിലിറ്ററി ബേസ്, ചെറിയൊരു സീക്രട്ട് കേന്ദ്രം ആട്ടോ. ബിങ് ബിങ് ബിം. ഈശ്വര എന്തുപറ്റി? ഓക്കെ, അല്ല സാറേ, ഇവരെന്താ എടുക്കാത്ത? പൂട്ടിയേക്കുമായിരുന്നു. ഫോണിൽ വിളിച്ചു നോക്കട്ടെ. ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, ഹെഡ്സെറ്റ് കിട്ടിയ ചെവി കയറുന്നില്ലല്ലോ. ഹലോ സാറേ, ഞാനെന്താ ഇത്രയും വലിയൊരു രാക്ഷസനെ പോലെ ആയേ? അത് രാത്രി ഞാൻ തന്നെയാണ് വന്ന് ആ സീറം കുത്തി വെച്ചത്. അതെന്തിനാ? നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ പുതിയ പ്രശ്നം ഉണ്ടായാലേ കുറേ ഏലിയൻസ് വരുക. അതുകൊണ്ട് നീ വേണം അവരെ പോയി തകർക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ ഒരു രൂപത്തിലോട്ട് ആക്കിയത് തന്നെ. ഓക്കെ. എടാ ചിലപ്പോൾ ഉണ്ടല്ലോ നിനക്ക് സ്പേസിൽ പോയിട്ട് അടിക്കേണ്ട ആവശ്യം വരും. ബട്ട് നീ ചിലപ്പോൾ നിൻ്റെ ഹൾക്ക് പവർ അവിടെ നിന്ന് ഡാമേജ് ആവും. അത് കുഴപ്പമാക്കണ്ട. നീ ആണെങ്കിൽ അത് വെച്ചാൽ ഒന്ന് വെപ്പൺസൊക്കെ നിൻ്റെ കയ്യിൽ ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ചിലപ്പം നിൻ്റെ കയ്യിൽ ഹൾക്ക് പവർ പോവും. ഇത് ഹൾക്കല്ല കേട്ടോ, ബൾക്കാണ്. സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ ക്യാനൽ സാർ. പൊന്നോ. സോ അങ്ങനെ ആ ഒരു മിഷന് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചത്. സോ ഈ പാർട്ട് 2 നമ്മൾക്കാണെങ്കിൽ ഉടൻ വരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. സോ ബൈ.